തദ്ദേശ പോരിൽ വയനാട്ടിൽ UDF തരംഗം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 17-ൽ 15-ലും UDF വൻ വിജയം നേടി. കഴിഞ്ഞ തവണ 8 വീതം സീറ്റ് നേടി ജില്ലാ പഞ്ചായത്തിൽ ഇരു മുന്നണികളും ഒരേപോലെയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 4-ൽ 4 സീറ്റും ഗ്രാമപഞ്ചായത്തിൽ 23-ൽ 17ഉം UDF പിടിച്ചെടുത്തു. കൽപ്പറ്റ നഗരസഭയിലും 10 ഗ്രാമപഞ്ചായത്തുകളിലും NDA മിന്നും വിജയം നേടി. ദീപക് മോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ദീപക് വോട്ട് ചെയ്യാൻ പോയി ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ട് വന്നുള്ള നിൽപ്പാണല്ലേ? അതെ സുജിയ, ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി തന്നെയാണ് ഞങ്ങളുടെ വാർഡിൽ ജയിച്ചത്. വയനാട്ടിൽ UDFന്റെ തരംഗം വയനാട്ടിലെങ്ങും തന്നെ, അതായത് 3 നഗരസഭകളിലും ഒപ്പം 23 ഗ്രാമപഞ്ചായത്തുകളിലുമായി നടന്ന തദ്ദേശ പോരാട്ടത്തിൽ വയനാട്ടിൽ UDF തരംഗമാണ്. നേരത്തെ, അതായത് കൽപ്പറ്റ നഗരസഭ UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ LDF ആയിരുന്നു, അത് UDF പിടിച്ചെടുത്തിട്ടുണ്ട്. മാനന്തവാടിയിൽ UDF തന്നെ ഭരണ തുടർച്ച നിലനിർത്തിക്കൊണ്ട് വീണ്ടും UDF തന്നെയാണ് മാനന്തവാടിയിൽ വന്നത്. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 17 ഇടങ്ങളിലാണ് UDF വൻ വിജയം നേടിയിരിക്കുന്നത്. അതോടൊപ്പം 5 ഗ്രാമപഞ്ചായത്തുകളിൽ LDF വിജയം നേടിയിട്ടുണ്ട്. ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന പൂതാടി ഗ്രാമപഞ്ചായത്തിൽ സമാസമം വന്നിരിക്കുകയാണ്. അവിടെ LDFും UDFും സമാസമം വന്നിരിക്കുന്നു. അതോടൊപ്പം 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ഇടങ്ങളിലും UDF ആണ് വിജയം നേടിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ 17 ഡിവിഷനുകളിൽ 15ലും UDF വിജയം നേടിയിരിക്കുന്നു. 2 ഇടങ്ങളിൽ മാത്രമാണ് LDF വിജയിച്ചിട്ടുള്ളത്. വയനാട്ടിൽ 23 ഗ്രാമപഞ്ചായത്തുകളിൽ 12 ഇടങ്ങളിൽ BJP അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 12 ഇടങ്ങളിൽ വാർഡുകളിൽ BJP വിജയിച്ചു. അതോടൊപ്പം കൽപ്പറ്റയിൽ 2 ഇടങ്ങളിൽ BJP കൽപ്പറ്റ നഗരസഭയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി നഗരസഭയിലും BJPക്ക് 1 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ UDFന്റെ വലിയ ഒരു മികച്ച വിജയം. അതോടൊപ്പം NDAയും കരുത്തുകാട്ടി. NDA നേരത്തെ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ NDA വിവിധ പഞ്ചായത്തുകളിൽ നിരവധി സീറ്റുകൾ നേടിയിട്ടുണ്ട്. 18ഓളം വാർഡുകളിൽ NDA കരുത്തുകാട്ടി മിന്നും വിജയം നേടിയിരിക്കുകയാണ്. സുജയ. ഓക്കെ, ദീപക് മോഹനാണ് നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് വയനാട്ടിൽ നിന്ന് നേരെ ചുരമിറങ്ങി കാസർഗോട്ടേക്ക് പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് UDFന് അനുകൂലമായപ്പോഴും കാസർഗോഡ് ജില്ലയിൽ LDFന് ആശ്വാസമാണ്. ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നിലനിർത്താൻ LDFനായി. ജില്ലാ പഞ്ചായത്തിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നെങ്കിലും അവസാന ഫലം LDFന് അനുകൂലമാണ്. എന്നാൽ 6 പഞ്ചായത്തുകൾ LDFന് നഷ്ടമായി. ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ല. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അരുൺ പൂപ്പറമ്പ. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരുന്നോ ഇടത് തരംഗത്തിനപ്പുറം UDF തരംഗം? അതിനുമേൽ പറന്ന 13 ജില്ലകൾ കടന്ന് കാസർഗോഡേക്ക് എത്തുമ്പോൾ സുജയ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ UDFന് വലിയ തരംഗമാണ് ഉണ്ടായത്. LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയും ഉണ്ടായി. അതിൽ നിന്ന് വ്യത്യസ്തമായി LDFന് നേരിയ തോതിലെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന ജില്ല കാസർഗോഡാണെന്ന് പറയേണ്ടി വരും. അതായത് കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതേ നില ഒരു പരിധിവരെ നിലനിർത്താൻ LDFന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ജില്ലാ പഞ്ചായത്താണ് പ്രധാനപ്പെട്ടത്. ശക്തമായ, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ സാധിച്ചത്. പക്ഷേ അവസാനം ജില്ലാ പഞ്ചായത്തിൽ ആകെ 18 സീറ്റുകളിൽ 9 സീറ്റുകൾ നേടി LDF ഭരണം നേടി. 8 സീറ്റുകളാണ് UDFന് നേടാൻ കഴിഞ്ഞത്. 1 സീറ്റിൽ BJP ജയിക്കുകയും ചെയ്തു. നഗരസഭയുടെ കാര്യത്തിലാണെങ്കിൽ 3 നഗരസഭകളാണ് ജില്ലയിലുള്ളത്: കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം. അതിൽ കാഞ്ഞങ്ങാടും നീലേശ്വരവും നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭകളാണ്. കാസർഗോഡ് കാലങ്ങളായി UDF ഭരിക്കുന്ന നഗരസഭയാണ്. കാഞ്ഞങ്ങാടും നീലേശ്വരവും നിലനിർത്താൻ ഈ തവണയും LDFന് സാധിച്ചു എന്നതാണ് ആശ്വാസം. അതിൽ കാഞ്ഞങ്ങാട് ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ പോയി. 22 സീറ്റുകളിലാണ് LDF ജയിച്ചത്. 21 സീറ്റുകളിൽ UDF ജയിക്കുകയും ചെയ്തു. പക്ഷേ നീലേശ്വരത്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ LDF നഗരസഭ പിടിക്കാനായി എന്നുള്ളതും ആശ്വാസമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കെടുത്താൽ 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണയും അതേ നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നിലനിർത്താൻ LDFന് സാധിച്ചു. പഞ്ചായത്തുകളുടെ കണക്കിലാണ് LDFന് ജില്ലയിൽ നഷ്ടമുണ്ടായിട്ടുള്ളത്. 6 പഞ്ചായത്തുകൾ കയ്യിൽ നിന്ന് LDFന്റെ നഷ്ടമായി എന്നുള്ളത് തിരിച്ചടി തന്നെയാണ്. UDFനെ സംബന്ധിച്ച് സംസ്ഥാനത്താകെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ആ അനുകൂലമായ സാഹചര്യം കാസർഗോഡ് ഒരു തരംഗമാക്കാൻ സാധിക്കാത്തതിൽ അവർക്ക് നിരാശ. എവിടെയാണ് പാളിയത്? LDFന് ആശ്വാസമായി എന്ന് പറയുമ്പോഴും UDFന് കാസർഗോഡ് എന്താണ് സംഭവിച്ചത് എന്നത് അവർ ഒന്ന് പുനർവിചിന്തനം ചെയ്യുമായിരിക്കും. പ്രത്യേകിച്ചും ലീഗിനടക്കം സാന്നിധ്യമുള്ള ഇടമാണല്ലോ കാസർഗോഡ്. തിരികെ എത്താം.